ഈ നിൽക്കുന്ന നാൻസിയെ തിരുസഭയുടെ കൽപ്പന പ്രകാരം അച്ഛാ എന്താ ഇതൊക്കെ? മനസ്സൊന്നും പറയേണ്ടത് ഇവനാണ്, അല്ലാതെ പിള്ളേരല്ല. ഇവിടെ മാറി വെക്ക്, ഇവിടെ മാറി ചോദിക്കച്ചു. ഈ നിൽക്കുന്ന നാൻസിയെ തിരുസമ്മതമല്ല. കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇത് നടക്കില്ല ഫാദർ. പറയടാ, നിനക്ക് സമ്മതമല്ലേ? സമ്മതമല്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നത് അത് പറയാനാ. പക്ഷെ അത് നിങ്ങൾ അച്ഛൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. അച്ഛൻ എന്ത് പറയാനാ? ബെന്നി പറഞ്ഞല്ലോ അവന് സമ്മതമല്ലെന്ന്. എവിടുത്തെ മര്യാദയാണോ? സമ്മതമല്ലെങ്കിൽ നേരിട്ട് പറയണം. പള്ളി വരെ എത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കല്യാണമൊന്നും അല്ലല്ലോ, മനസ്സമ്മതല്ലേ. മനസ്സുണ്ടോ ഇല്ലെന്ന് പറയാനല്ലേ ഈ ചടങ്ങ്. അവന് സമ്മതമല്ലെന്ന് ഇപ്പൊ പറഞ്ഞു, അതിലെന്താ തെറ്റ്? എന്റെ മകളുടെ ജീവിതം വെച്ചിട്ട് അവൻ കളിക്കുന്നേ, അതിനെന്ത് ന്യായം നിങ്ങൾക്ക് പറയാം? തന്റെ മകൾക്ക് മാത്രമല്ല ഈ ചെക്കനും പിള്ളേർക്ക് കൊണ്ട് ജീവിതം. ഒരു മാറ്റുകൊടുത്ത ന്യായം ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കരുതെന്ന്. ഇത് തിരുസന്നിധിയാണ്. പറഞ്ഞു കേട്ടില്ലടോ, പുറത്തു പോകണം എല്ലാരും. പറഞ്ഞ കേട്ടില്ലേ, പുറത്തു പോകാൻ. എടാ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ മാത്രമല്ല, നിന്റെ ഈ പീള പിള്ളേരും. അവറാച്ചന്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ. വിടില്ല ഞാൻ. എന്റെ ചവിട്ടടിയിലെ മണ്ണ് നക്കാൻ നീ വരുത്തും ഞാൻ.